നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമിക്രോൺ ഭീതിയിലാണ് ഇന്ന് ലോകരാജ്യങ്ങൾ. ഓരോ ദിവസവും ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജനുവരി പകുതിയോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒമിക്രോൺ വ്യാപനം സംഭവിച്ചേക്കാമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വ്യക്തമാക്കുകയാണ്. ഇക്കാലയളവിൽ മറ്റു വകഭേദങ്ങളെ അപേക്ഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളിൽ കൂടുതലും ഒമിക്രോൺ ബാധിച്ചത് മൂലമാകാമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ പറഞ്ഞു. നിലവിൽ യൂറോപ്യൻ ജനസംഖ്യയുടെ 66.6% പേരും സമ്പൂർണ്ണ വാക്സിനേഷൻ പൂർത്തിയാക്കിയവരാണ്. അതിനാൽ ഒമിക്രോണിനെ അതിജീവിക്കാനുള്ള ശേഷി യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടെന്നാണ് വിശ്വാസമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം വർഷാന്ത്യത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളെ വീണ്ടും ബാധിക്കുമോ എന്ന ആശങ്കയും അവർ പങ്കുവച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഉൾപ്പെടെ വർഷാന്ത്യത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് മഹാമാരി വീണ്ടും മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കയാണ് ശക്തമാകുന്നത്. നിലവിൽ 2 ഭീഷണികളെയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നേരിടുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ ഡെൽറ്റ കേസുകളിൽ ക്രമാതീതമായ വർധനയാണ് ഉണ്ടായത്. ഇതിനു പുറമെ ഒമിക്രോൺ കേസുകൾ കൂടി വ്യാപിക്കുമെന്നതാണ് ആശങ്കയ്ക്ക് കാരണം. കൂടുതൽ ആളുകൾ രോഗികളായി മാറാൻ സാധ്യതയുണ്ട്. ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം ഉയരുകയാണ്. മരണസംഖ്യ ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതായും ഉർസുല വോൺ ഡെർ ലൈൻ പറഞ്ഞു. നിലവിൽ ഡെൽറ്റയാണ് ഭീഷണി സൃഷ്ടിക്കുന്നത്, എന്നാൽ ഒമിക്രോൺ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഡെൽറ്റയേക്കാൾ വ്യാപനശേഷി കൂടുതലാണ് എന്നതാണ് ഒമിക്രോണുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വർദ്ധിക്കാൻ കാരണം. എങ്കിലും കൂടുതൽ പേർ വാക്സിൻ സ്വീകരിച്ചത് പ്രതീക്ഷ നൽകുന്നുണ്ട്. 30 കോടി ജനങ്ങൾ ഇതിനോടകം തന്നെ സമ്പൂർണ്ണ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. 6.2 കോടി ജനങ്ങൾ ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചു കഴിഞ്ഞതായും അവർ വ്യക്തമാക്കി. സാർസ് കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമാണ് ഒമിക്രോൺ അഥവാ B.1.1.529 എന്ന വകഭേദം. കഴിഞ്ഞ നവംബർ 22-ന് ദക്ഷിണാഫ്രിക്കയിലാണ് ഒമിക്രോൺ വകഭേദം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഈ വകഭേദത്തിന് 50 തവണയിൽ കൂടുതൽ പ്രോട്ടീൻ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതലായുള്ള പകർച്ചാശേഷി, പ്രതിരോധ ശക്തിയെ തകർക്കാനുള്ള കഴിവ്, ദക്ഷിണാഫ്രിക്കയിൽ കേസുകളുടെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടായ വർധനവ് ഇവ പരിഗണിച്ചാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ വേരിയന്റ് ഓഫ് കൺസേൺ ആയി പ്രഖ്യാപിച്ചത്. സാർസ് കൊറോണ 2 വൈറസിനെ കണ്ടുപിടിക്കുവാൻ സാധാരണയായി ഉപയോഗിക്കുന്നതും കൂടുതൽ സ്വീകാര്യവുമായ മാർഗമാണ് RT-PCR പരിശോധനകൾ. എങ്കിലും ഒമിക്രോൺ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് ഒമിക്രോൺ ജനിതക നിർണയ പരിശോധന നടത്തിയാണ്. അതിതീവ്ര വ്യാപനശേഷിയാണ് ഒമിക്രോണിനെ കൂടുതൽ അപകടകരമാക്കുന്നത്. ഇതുവരെ കോവിഡിനെതിരെ സ്വീകരിച്ചിട്ടുള്ള പ്രതിരോധ നടപടികൾ തുടരണം. മാസ്ക് ശരിയായി ധരിക്കുക, 2 ഡോസ് വാക്സിൻ സ്വീകരിക്കുക, ശാരീരിക അകലം പാലിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് ശുചിയാക്കുക, മുറികളിലും മറ്റും കഴിയുന്നത്ര വായുസഞ്ചാരം ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. വാക്സിൻ എടുക്കാത്തവർ ഉടൻ തന്നെ വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. വാക്സിൻ നൽകുന്ന സുരക്ഷാ ആന്റിബോഡി, കോശങ്ങളുടെ പ്രതിരോധശേഷി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കോവിഡ് രോഗതീവ്രത കുറയ്ക്കുവാൻ വാക്സിനുകൾക്ക് കഴിയും. അതിനാൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വാക്സിനുകൾക്ക് 2 ഡോസ് എടുക്കേണ്ടത് അനിവാര്യമാണ്. കോവിഡ് വാക്സിൻ ഇതുവരെയും സ്വീകരിക്കാത്തവർ ഉടൻ തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. വൈറസുകൾക്ക് പകരാനും പെരുകാനും ശേഷിയുള്ളിടത്തോളം കാലം അതിന് വകഭേദങ്ങളുണ്ടാകും. വകഭേദങ്ങൾ അപകടകാരികളല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കേണ്ടി വരില്ലായിരുന്നു. കൂടുതൽ പകർച്ചാശേഷി, ഒരു പ്രാവശ്യം രോഗം ബാധിച്ചവർക്ക് വീണ്ടും രോഗം വരിക എന്നിങ്ങനെ ഉണ്ടാകുമ്പോഴാണ് വകഭേദത്തിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. വകഭേദങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ഏറ്റവും പ്രധാന നടപടി കോവിഡ് ബാധ കുറയ്ക്കുക എന്നതാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.